അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ 4ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട ഉലൂമുദ്ദീനിന്റെയും വർക്ക് ബുക്കിന്റെയും 26ാമത്തെ ചാപ്റ്ററും അവസാനത്തെ ചാപ്റ്ററുമായ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് നടത്തുന്ന പാഠത്തിൽ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്വഭാവത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ നബി തങ്ങളുടെ തിരുശേഷിപ്പുകളിലും ബർക്കത്തുണ്ട്. അവിടുത്തെ രൂപവുമാണ് പറയുന്നത്. പേരൻസിനൊക്കെ കുട്ടികളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്ന നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്നൊരാൾ എൻ്റെ തോളിൽ കൈവച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസിനെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിനുടമയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് ഛ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിന് ചെയ്തു എന്നോ എന്തിന് അങ്ങനെ ചെയ്തു എന്നോ ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിന്റെ ആക്രമണമായേക്കുമോ എന്ന് വിചാരിച്ചു ശബ്ദം കേട്ട ഭാഗത്തേക്കോടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അന്വേഷിച്ച് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല, തമാശയായിട്ട് പോലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മഹത്വമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. അവിടത്തെ ഉമിനീര് പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹു സുഖപ്പെട്ടു. യുദ്ധത്തിൽ അമ്പ് തറച്ച് പറഞ്ഞു തൂങ്ങിയ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അവിടുന്ന് ഉമിനീർ ചേർത്ത് തടവിയപ്പോൾ പൂർവസ്ഥിതിയിലായി. അവിടത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സ്വഹാബികൾക്ക് ശിഫാ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അള്ളാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടത്തെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നബുവ എന്നടയാളമുണ്ട്. അവിടത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ. ആമീൻ. ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ഘോര ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ടെറിബിൾ നോയ്സ്. പൊട്ടിച്ചിരി ലാഫ്, പുഞ്ചിരി സ്മൈൽ, ഉമിനീര് സാലിവ, തൊലി സ്കിന്ന, അമ്പ് ആരോ, കേശം ഹയർ. ഇന്ന് നോക്കൂ, ദഫ്തർ വർക്ക് നോക്കൂ. ഒന്നാമത്തെ വർക്ക് എന്താണ്? ഉബയ്യിനു സിയാഖ്, സന്ദർഭ ഇതാനാണ്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് നീ പോയില്ലേ? ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നതാണ് സന്ദർഭം ഇതുള്ളത്. അങ്ങാടിയിൽ കുട്ടികൾ കളിക്കും നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്നൊരാൾ എൻ്റെ തോളിൽ കൈവച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അത്. ചിരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്. 2, പേടിക്കാനൊന്നുമില്ല. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിന്റെ ആക്രമണമായേക്കുമെന്നോ എന്ന് വിചാരിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരം അന്വേഷിച്ച് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. സെക്കൻഡ് ആക്ടിവിറ്റി നക്തബ് മുദക്കിറ, ഒരു കുറിപ്പ് എഴുതുക. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ്. അതിനെ കുറിച്ച് എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കേൾക്കുകയും കാണുകയും ചെയ്തു. ഇത് മറ്റു മനുഷ്യർക്ക് കഴിയുന്നതല്ല. ആദ്യമായി പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തെ കുറിച്ച് ചെയ്ത
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സുഖമായി. യുദ്ധത്തിൽ നിന്ന് പറഞ്ഞു തൂങ്ങിയ കണ്ണ് ഖത്താദ റളിയല്ലാഹു അൻഹു സുഖമായി. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രത്യേകത കുറിച്ച് എഴുതാനാണ്. അവിടെ നിന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല, ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല, തമാശയിൽ പോലും കളവ് പറയില്ല. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകളെ കുറിച്ച് എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു, ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടെ നിന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. തേർഡ് ആക്ടിവിറ്റി നെസ്സിൽ മാച്ച് ചെയ്യാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങൾ ലെറ്റർ സി, പട്ടിനേക്കാൾ മിനുസം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര് ലെറ്റർ ഡി, ശംനൗഷധം. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം ലെറ്റർ ബി, ചുവപ്പ് കലർന്ന വെളുപ്പ്. നാലാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരം ലെറ്റർ എ, ഒത്ത ഉയരം. ഫോർത്ത് ആക്ടിവിറ്റി തഖ്സീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുക. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പ് തുള്ളികൾ മുത്തുമണികളെ പോലെയാണ്. പട്ടിനേക്കാൾ മൃദുലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾ പട്ടിനേക്കാൾ മൃദുലമായിരുന്നു. അവിടുത്തെ കരങ്ങൾ അവിടുത്തെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു അത്തറും ഞാൻ വാസനിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഫിഫ്ത്ത് ആക്ടിവിറ്റി നഖ്റു വനക്തബു അൽ മഅന, വായിച്ചിട്ട് മീനിങ് എഴുതാനാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മലുൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭംഗിയുള്ളവരാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമ സൃഷ്ടിയാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ധർമ്മിഷ്ഠരാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ജഉൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ധീരതയുള്ളവരാണ്. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടെ 4ാം ക്ലാസ്സിലെ ഉലൂമിലെ ഫുൾ ചാപ്റ്റേഴ്സും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.